ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്, നമ്മൾ നേരത്തെ വയനാട് ജില്ലയുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണും ജില്ലാ കളക്ടറുമൊക്കെ തയ്യാറാക്കിയ ഒരു ഉത്തരവ് നമ്മൾ കണ്ടു, കേട്ടു, അദ്ദേഹം അങ്ങ് പ്രതികരിക്കുകയും ചെയ്തു. മറ്റൊന്നുണ്ട്, ഈ സംസ്ഥാനത്ത് പ്രളയവും ഉരുൾപൊട്ടലും തടയാനുള്ള വിദഗ്ധ സമിതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് 2019 പ്രളയാനന്തരം തയ്യാറാക്കിയതാണ്. അപ്പോഴാണ് ഒരു ചോദ്യമുള്ളത്, ഈ വികസനം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാകണം എന്ന് തിരിച്ചറിവില്ലാത്തത് ആർക്കാണ്? നമ്മുടെ സമൂഹത്തിലോ ഓരോരുത്തർക്കുമോ അതോ ഭരണകൂടങ്ങൾക്കോ? ഭരണകൂടം, അതിന് തർക്കമുണ്ടോ? കാരണം ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ വീട് വെക്കണം, ഞാൻ എന്താ വീടാണ് വെക്കുന്നത്? ഞാനൊരു എഞ്ചിനീയറെ വിളിക്കും, പിന്നെ ആർക്കിടെക്റ്റിനെ വിളിക്കും. എഞ്ചിനീയറും ആർക്കിടെക്റ്റുമാണ് എനിക്ക് വീടിന് ഡിസൈൻ തരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നത് എന്താ? ആദ്യത്തെ സെമസ്റ്ററിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വരി എന്താണ്? കട്ടിങ് ആൻഡ് ലെവലിംഗ്. കട്ടിങ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഭൂമിയെ കട്ട് ചെയ്യുക, അതിനെ ലെവൽ ചെയ്യുക. അത് കൺസർവേഷനും മാനേജ്മെൻറ്റും ആണെന്ന് പഠിപ്പിക്കേണ്ട കാലം കഴിഞ്ഞല്ലോ. അപ്പോൾ സിലബസിൽ മാറ്റം വരണമല്ലോ. എഞ്ചിനീയറിംഗ് സിലബസിൽ ഞാൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന മന്ത്രിമാരും അല്ലെങ്കിൽ ബ്യൂറോക്രസിയും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തെയാണ് ഞാൻ അങ്ങനെ ആ പേരിട്ട് വിളിച്ചത്. അത് കേന്ദ്രമാവാം, സംസ്ഥാനമാവാം, ആരും ആകാം. ഒരു സംവിധാനത്തെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ എഞ്ചിനീയറിംഗ് സംവിധാനത്തിൽ മാറ്റം വേണം. കനകക്കുന്ന് ഉണ്ടാക്കിയപ്പോൾ തീർച്ചയായിട്ടും കനകക്കുന്ന് പാലസ് കെട്ടിയപ്പോൾ അവിടുത്തെ കുന്നിടിച്ച് കളഞ്ഞില്ല, പകരം കുറച്ച് ഭാഗത്തെ കുന്നാക്കുകയാണ് ചെയ്തത്. അതേസമയം തിരുവനന്തപുരത്തെ കുളങ്ങളെല്ലാം നികത്തിയിട്ടാണ് നമ്മൾ പല സ്റ്റേഡിയം ഉണ്ടാക്കിയത്. 3 കുളം നികത്തിയിട്ടുണ്ട് സ്റ്റേഡിയത്തിന്. 9 കുളങ്ങളുടെ നാടായിരുന്നു. ഒരുപാട് കുന്നുകളുടെ സ്ഥലമായിരുന്നു തിരുവനന്തപുരം. ആ കുന്നെല്ലാം നമ്മൾ നികത്തി. ഒരുപാട് വയലിൻ്റെ സ്ഥലമായിരുന്നു തിരുവനന്തപുരം. എല്ലാ വയലും നികത്തി. ആമഴിഞ്ഞ തോടുള്ള നീരൊഴുക്ക് സംവിധാനങ്ങളെ നമ്മൾ മാലിന്യം നിറച്ചു. തിരുവനന്തപുരത്ത് പ്രളയം ഉണ്ടാകുന്നു. കനോനി കനാലിൽ കോഴിക്കോട് മാലിന്യം നിറച്ചു, അവിടെ പ്രളയം ഉണ്ടാകുന്നു. കൊച്ചിയിലെ കനാൽ സിസ്റ്റം മുഴുവൻ നമ്മൾ മാറ്റി, അവിടെ പ്രളയം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് സംവിധാനം പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. വെള്ളത്തെ കൺസർവ് ചെയ്യുന്ന പുതിയ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ വരേണ്ടതുണ്ട്. നമ്പർ 1. നമ്പർ 2, കൃഷിരീതികൾ. നമ്മൾ എന്താണ് കൃഷിരീതി? വയനാട്ടിൽ എങ്ങനെയാണോ തെങ്ങ് നടന്നത് അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലും. ആലപ്പുഴയിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് വയനാട് ചെയ്യുന്നത്. വയനാട്ടിൽ തെങ്ങ് കൃഷി പാടുണ്ടോ? ഉയർന്ന ചെരുവ് പ്രദേശങ്ങളിൽ കപ്പ കൃഷി പാടുണ്ടോ? ഉയർന്ന ചെരുവ് പ്രദേശങ്ങളിൽ ആഴത്തിൽ വേര് പോകാത്ത മണ്ണിളക്കമുള്ള ഒരു കൃഷിയും പാടില്ലല്ലോ. അത് ചെയ്യുന്നില്ലേ? ആരാണിത് പ്രോത്സാഹിപ്പിക്കുന്നത്? സംവിധാനമാണിത് പ്രോത്സാഹനം. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അവർക്ക് ബോധവൽക്കരണത്തിന് തീർച്ചയായിട്ടും ശരിയാണ്, അവർക്ക് ബോധവൽക്കരണത്തിന് അവസരമുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹാബിറ്റാറ്റ് ശങ്കർ വീട് വെച്ചു കൊടുക്കുന്നു. ഇവിടെ ലാറി ബേക്കർ വന്ന് നമുക്ക് ഡിസൈനുകൾ തന്നിട്ട് പോയി. കോസ്റ്റ് ബോർഡുകൾ നമുക്ക് വീട് വെച്ച് തരുന്നു. എത്ര പേര് ഈ സംവിധാനത്തിലേക്ക് പോയി? എത്ര സർക്കാർ സംവിധാനങ്ങൾ ഇതിലേക്ക് ചിന്തിച്ചു? മണൽ കുറച്ചുള്ള വീടുകൾ നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? സിമൻറ്റ് കുറവുള്ള വീടിനെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? കമ്പിക്ക് പകരമുള്ള തടിക്ക് പകരം നമുക്ക് സ്റ്റീലിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ളതാണല്ലോ തെങ്ങിൻ തടി സീസ് ചെയ്ത് ഇപ്പോൾ 500 രൂപയോ 200 രൂപയാണ് ഒരു തെങ്ങിൻ തടിക്ക് കിട്ടുന്നത്. വിറ്റ് പോയാൽ അത് സീസ് ചെയ്ത് കഴിഞ്ഞ് വേറെ രൂപത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രീതിയിൽ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാം. ഫെറോസിമെൻറ്റ് സാങ്കേതിക വിദ്യയുണ്ട് കെട്ടിട നിർമ്മാണത്തിനും ടാങ്കുകളുടെ നിർമ്മാണത്തിനൊക്കെ. അങ്ങനെ വലിയ ഓപ്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കൃഷി രീതികൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓരോ പ്രദേശത്തിനും എന്ത് കൃഷി ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ആളുകളടുത്ത്. കൃഷിഭവനുകളുടെ അലകും പിടിയും മാറ്റേണ്ടതുണ്ട്. കൃഷിഭവൻ്റെ ജോലി അവിടെ MSc-യും BSc-യും പാസ്സായിട്ടുള്ള കൃഷി ഓഫീസറുടെ ജോലി വിത്ത് കൊടുക്കലും തൈ കൊടുക്കലും അതിന് ലെഡ്ജർ എഴുതലുമല്ല. ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. അവരുടെ ജോലി അത് ഏതെങ്കിലും സാധാരണ ക്ലർക്ക് ചെയ്യട്ടെ. അവരുടെ ജോലി ആ പഞ്ചായത്തിലെ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിഭൂമിയിൽ പോയി എന്ത് കൃഷി ചെയ്യണം, എന്ത് കൃഷി ചെയ്തുകൂടാ, എന്താണ് കൃഷിയുടെ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് എന്ന് പഠിപ്പിച്ച് കൊടുക്കലാണ്. അങ്ങനെ കൃഷിഭൂമിയെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ ചെടിക്കും, നിങ്ങൾക്കറിയാവോ, ആധുനിക കാലഘട്ടത്തിൽ ഒരു ചെടിക്ക് ആവശ്യമുള്ള, ഒരു സസ്യത്തിനാവശ്യമുള്ള, ഒരു വിളയ്ക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം എടുക്കാൻ കഴിയുകയും അത് സെൻസർ വെച്ചിട്ട് ആൾ പോലും വേണ്ട, ആവശ്യമുള്ളപ്പോൾ ചെടിക്ക് വെള്ളം കിട്ടും, ചെടിക്ക് വെള്ളം വേണ്ടാത്തപ്പോൾ സെൻസർ വഴി നമ്മുടെ വെള്ളത്തിൻ്റെ പൈപ്പ് സംവിധാനം ഓഫാവും. അത്ര അത്യാധുനിക കൃഷി ചെയ്യുന്ന ഈ ലോകത്ത്, ഈ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അങ്ങനെയുണ്ട്. ചെയ്യുന്ന സ്ഥലത്ത് നമ്മളിപ്പോഴും പഴയ കൃഷിരീതികളും വിത്ത് കൊടുക്കലും തൈ കൊടുക്കലുമായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ കൃഷിയുടെ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. റോഡ് നിർമ്മാണത്തിൽ നമ്മളിപ്പോൾ കർണാടകത്തിലെ റോഡിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അവിടുത്തെ മണ്ണിടിച്ചിലിനെ കൊണ്ട് നമ്മുടെ റോഡുകൾ എന്തുമാത്രമാണ് ഇതുപോലെ കുന്നുകൾ ഇതുപോലെ സൈഡിൽ നിൽക്കുന്നത്? എന്തുകൊണ്ട് ആ കുന്നുകളുടെ സംരക്ഷണം കൂടി എടുക്കുന്ന റോഡ് നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല? ആഗോളതാപനം വരുമ്പോൾ, ഞാൻ ഇടയ്ക്ക് സിംഗപ്പൂരും മലേഷ്യയൊക്കെ പോയിരുന്നതാണ്. ആഗോളതാപനം വരുമ്പോൾ, കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ റോഡ് പണിയുടെ ഭാഗമാണ് ഗ്രീനിങ്.
ഗ്രീൻ റോഡുകളാണ് അവർ ചെയ്യുന്നത്. ദുബായിൽ ഗ്രീൻ റോഡാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ വിവിധ എന്തുകൊണ്ട് നമ്മളാണെങ്കിൽ ദേശീയപാതയുടെ ഭാഗമായി മരങ്ങൾ മുറിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 10 മീറ്ററോ 20 മീറ്ററോ 30 മീറ്ററോ റോഡ് പണിയുമ്പോൾ അതിൽ 1 മീറ്റർ മരങ്ങൾക്ക് കൂടി വച്ച് കൊടുക്കുന്നില്ല നമ്മൾ? കവടിയാറിൽ നമുക്ക് രാജ്ഭവൻ്റെ മുമ്പിലുള്ള കവടിയാറിൽ റോഡ് വെച്ചിട്ടുണ്ട്. അവിടെ വേറൊരു കാലാവസ്ഥയുണ്ട്, അവിടെ വേറൊരു തരത്തിലുള്ള ഭൂജല സമ്പത്ത് ഉണ്ടാവും. എന്തുകൊണ്ട് നമുക്കിത് കേരളത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല? ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു എഞ്ചിനീയറിംഗ് രീതി, ഒരു നിർമ്മാണ രീതി, ഒരു റോഡ് നിർമ്മാണ രീതി ഒക്കെ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പ്ലാസ്റ്റിക് ധാരാളമായി കത്തിക്കുന്നു. പക്ഷേ പ്ലാസ്റ്റിക്കിന് പകരമുള്ള ഉൽപ്പന്നം എവിടെ? തുണിസഞ്ചി, പേപ്പർ ബാഗ്, ജൂട്ട് സഞ്ചി എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ അത് വ്യാപകമായിട്ട് എവിടെ? ആരുൽപ്പാദിപ്പിക്കുന്നു? അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കും അവർ. എന്നാൽ ജനങ്ങളെയും മാറണം, ജനങ്ങളുടെ സ്വഭാവത്തിലും തീർച്ചയായും മാറണം. അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അനുസരിച്ചൊക്കെ ആയിരിക്കും അവർ മാറുന്നത്. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം ഇതിനകത്ത് കൊടുക്കണം. ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ തൻ്റെ ഗ്രാമം, തൻ്റെ സ്കൂള്, തൻ്റെ നഗരം, സ്കൂളിനടുത്തുള്ള റോഡ് വൃത്തിയാക്കിയാൽ മാത്രമായിരിക്കും സ്കൂളിൽ അവർക്ക് മാർക്ക് കിട്ടുക. നമുക്കിതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ് എടുത്ത് അലകും പിടിയും മാറ്റേണ്ടതുണ്ട്. ഭൂവിനിയോഗത്തിനനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടതാരാ? ഭരണവ്യവസ്ഥയാണ്. അവിടെ ഈ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് സംവിധാനത്തിലായാലും മാറ്റം ഉണ്ടായിക്കോളും. നമുക്ക് നേരത്തെ ഒരു ഞാൻ ലാൻഡ് യൂസ് ബോർഡിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. 4-5 സ്ഥാപനങ്ങൾ കൂട്ടത്തിൽ ലാൻഡ് യൂസ് ബോർഡിലും വർക്ക് ചെയ്തിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു കമ്മീഷണർ, അദ്ദേഹത്തെ പ്രത്യേകിച്ച് മലയാളിയാണ്, അദ്ദേഹത്തെ ബംഗാളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. ഗവൺമെൻറ്റിൻ്റെ താല്പര്യമനുസരിച്ച് കൊണ്ടുവന്നതാണ്. അദ്ദേഹം വന്നുടനെ കേരളത്തെ ഇപ്പോൾ വികസിപ്പിച്ച് കളയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഭൂവിനിയോഗത്തിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞൊരു നയമുണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനൊരു ഡ്രാഫ്റ്റ് നോട്ടുണ്ടാക്കി മലയാളത്തിൽ. എന്നിട്ട് എല്ലാ MLA-മാർക്കും അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പാണ്, കുറേ വർഷമായി, ഞാൻ വർഷമൊന്നും പറയുന്നില്ല, എല്ലാ MLA-മാർക്കും അയച്ചു കൊടുത്തിട്ട് ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക്ഷോപ്പ് വിളിക്കാം, ഒരു ശില്പശാല വിളിക്കാം, എന്നിട്ട് ഈ ഭൂവിനിയോഗ നയം സംസ്ഥാനത്ത് ഉണ്ടാക്കാം. നിർഭാഗ്യവശാൽ ആരും റെസ്പോണ്ട് ചെയ്തില്ല. വളരെ വേദനയോടുകൂടി സാറ് പറഞ്ഞു, ഞാനിത് ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് ഈ ജോലി ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു നോട്ട് കൊടുത്തിട്ട് ആരും പ്രതികരിച്ചില്ല. അങ്ങനെ ഒരു ലാൻഡ് യൂസ് പോളിസി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ റവന്യൂ വകുപ്പ് ചില ശ്രമങ്ങൾ നടത്തി, അതും വേണ്ടത്ര മുന്നോട്ട് പോയില്ല, ഒരു റെക്കോർഡായി മാത്രം ഇരിക്കുന്നു. ഭൂവിനിയോഗ വാട്ടർ പോളിസി ഉണ്ടാക്കി 2008 വാട്ടർ പോളിസി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് കൺവീനർ ഞാനായിരുന്നു. ആ വാട്ടർ പോളിസിയിൽ എഴുതി വെച്ചിട്ടുണ്ട് 2013 ഇത് പുതുക്കണം. 8 5 വർഷം കഴിയുമ്പോൾ 2024 3 പ്രാവശ്യം പുതുക്കേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ പുതുക്കിയോ? നമ്മളതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഭൂവിനിയോഗ നയം ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയില്ല. ഈ പറയുന്ന നയങ്ങളെല്ലാം നമ്മൾ രൂപീകരിച്ചോ? ജലനയം പുതുക്കിയോ? ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ എടുത്തു നോക്കൂ. മാറ്റമുണ്ടാകും. പാടില്ലാത്ത മാറ്റങ്ങൾക്കാണ് മലയാളി എപ്പോഴും, അത് ഭരണകൂടമായാലും സമൂഹമായാലും ശ്രമിക്കാറ്.